നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയത്തും പാലായിലും ജലനിരപ്പ് താഴ്ന്നത് ആശ്വാസമാണെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ക്യാമ്പുകളിലെ ദുരിതവും തുടരുന്നു. രാജ്യത്ത് അതിതീവ്ര മഴ. ആസമിലും ഒഡീഷയിലും ഉത്തരാഖണ്ഡിലും അതീവ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിക്ക് അയവ് വരുന്നു. ഇറാനും ഒമാനും തമ്മിലുള്ള ഇടക്കാല ഗതാഗത പാത ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. ഇന്ത്യയുടെ കറൻസി ചരിത്രത്തിൽ പുതിയൊരു അധ്യായം. അടുത്ത സാമ്പത്തിക വർഷം മുതൽ രാജ്യത്ത് പോളിമർ നോട്ടുകൾ എത്തുന്നു. കേരളത്തിന്റെ പുതിയ സൂര്യവംശിമാർ. കൗമാരപ്പടയുടെ വൻ പടയോട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്നും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോട്ടയത്തും പാലായിലും നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ആശ്വാസമാണെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും ക്യാമ്പുകളിലെ ദുരിതവും തുടരുന്നു. കേരളത്തിൽ മഴക്കെടുതിക്ക് പൂർണ്ണ ശമനമായിട്ടില്ല. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അടിയന്തര സാഹചര്യങ്ങൾ മുൻനിർത്തി ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം കർശനമാക്കിയിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ തീരങ്ങളിൽ കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. മഴ ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, തിരുവല്ല, കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മറ്റ് സ്കൂളുകൾക്കും അവധി ബാധകമാണ്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി. കോട്ടയം ജില്ലയിലെ സ്ഥിതിഗതികൾ നോക്കിയാൽ ജലനിരപ്പ് ചിലയിടങ്ങളിൽ താഴാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും മധ്യകേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ഇനിയും വീടുകളിലേക്ക് മടങ്ങിയിട്ടില്ല. പത്തനംതിട്ടയിലും കോട്ടയത്തും മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 20,000-ലേറെ പേരാണ്. പമ്പ, അച്ചൻകോവിൽ, കക്കാട്, കല്ലാർ തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചെറിയൊരു ആശ്വാസമാകുന്നുണ്ടെങ്കിലും കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. പലയിടങ്ങളിലും റോഡുകൾ ഗതാഗതയോഗ്യമായി വരുന്നുണ്ടെങ്കിലും ദുരിതം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിലെ പാലാ മേഖലയിൽ മഴക്കെടുതി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. മീനച്ചിലാറ്റിലെ ജലനിരപ്പിലുണ്ടായ പെട്ടെന്നുള്ള ഉയർച്ച പാലാ നഗരത്തെയും സമീപ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തിയിരുന്നു. പാലാ ടൗണിലെ പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കടകളിലേക്കും വെള്ളം കയറിയത് കച്ചവടക്കാരെയും സാധാരണക്കാരെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കി. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പാലായുടെ ഉയർന്ന മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗത തടസ്സം നേരിട്ടു. ഒറ്റപ്പെട്ട വീടുകളിലേക്ക് ഭക്ഷണപ്പൊതികളും കുടിവെള്ളവും എത്തിക്കാൻ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും രാപ്പകലില്ലാതെ രംഗത്തുണ്ട്. നഗരത്തോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ ഇപ്പോഴും 2-3 അടി വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വെള്ളമിറങ്ങിയാൽ മാത്രമേ വീടുകൾ വൃത്തിയാക്കിയ ആളുകൾക്ക് തിരികെ പ്രവേശിക്കാൻ സാധിക്കൂ. വീടുകൾ വിട്ടിറങ്ങേണ്ടി വന്നവരുടെ അവസ്ഥ അതീവ ദയനീയമാണ്. കോട്ടയം ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ കണ്ണീരും ആശങ്കയും മാറുന്നില്ല. സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ആവശ്യമായ സഹായങ്ങൾ ക്യാമ്പുകളിൽ എത്തിക്കുന്നുണ്ടെങ്കിലും തിരികെ വീടുകളിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യുമെന്ന വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് ഈ കുടുംബങ്ങൾ. വീടുകളുടെ ചുവരുകൾ തകർന്നതും വീട്ടുപകരണങ്ങൾ നശിച്ചതുമെല്ലാം ഇവരെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കുന്നുണ്ട്. നദികളിലെ ജലനിരപ്പ് നിലവിൽ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ടെന്നത് ആശ്വാസകരമാണ്. പമ്പ, അച്ചൻകോവിൽ, മീനച്ചിലാർ തുടങ്ങിയ നദികളിൽ അപകടനില ഒഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നതിനാൽ ഡാമുകളുടെ ജലനിരപ്പ് അധികൃതർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നാൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ വീണ്ടും ജാഗ്രത പാലിക്കേണ്ടി വരും. റവന്യൂ വകുപ്പും ഫയർഫോഴ്സും DRF സംഘങ്ങളും അതീവ ജാഗ്രതയിലാണ്. കോട്ടയം, പാലാ മേഖലകളിലടക്കം പലയിടങ്ങളിലും ജലനിരപ്പ് കാര്യമായി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ളക്കെട്ട് ബാധിച്ച ചില പ്രധാന റോഡുകളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. എങ്കിലും പൂർണ്ണമായും ജാഗ്രത കൈവിടാൻ സമയമായിട്ടില്ല. കാലാവസ്ഥ അനുകൂലമായി വരുന്നുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായി ഇറങ്ങാനും ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ വീടുകളിലേക്ക് സുരക്ഷിതമായി മടങ്ങാനും ഇനിയും സമയം വേണ്ടിവരും. സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റും അടിയന്തര സഹായങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. വീടുകളിലേക്ക് മടങ്ങുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. കനത്ത മഴയിൽ വിറങ്ങലിച്ച് രാജ്യം. ആസമിൽ പ്രളയമരണം 96 കവിഞ്ഞു. രാജ്യത്തുടനീളം കനത്ത മഴ നാശം വിതയ്ക്കുമ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ആസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. കനത്ത മഴയിൽ രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയും പ്രളയവും രൂക്ഷമായി തുടരുമ്പോൾ
വടക്കുകിഴക്കൻ സംസ്ഥാനമായ ആസമിൽ പ്രളയ സാഹചര്യം അതിഗുരുതരമായി മാറുകയും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മരിച്ചവരുടെ എണ്ണം 96 ഉയർന്നു. ലക്ഷക്കണക്കിന് ആളുകളെയാണ് വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. ദുരിതബാധിത മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഇതിനോടകം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതിനൊപ്പം 50,000-ഓളം ആളുകൾ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിൽ അഭയം തേടിയിട്ടുണ്ട്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പ്രാദേശിക ഭരണകൂടവും സജീവമായി രംഗത്തുണ്ട്. അസമിന് പുറമെ ഒഡീഷ, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കനത്ത മഴ നാശം വിതയ്ക്കുകയാണ്. ഒഡീഷയിൽ ഹിരാക്കുഡ് അണക്കെട്ടിന്റെ സംരക്ഷണ ശേഷി കവിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്ക് വിടാൻ ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ കടുത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണെന്ന് ഒഡീഷ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും നദീതീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മലയോര സംസ്ഥാനമായ ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപകമായി മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ കേദർനാഥ്, ബദ്രിനാഥ് പാതകളിൽ യാത്ര സുരക്ഷിതമല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയും അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ, ചമോലി, ബാഗേശ്വർ തുടങ്ങിയ ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം അസമിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ 1.5 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും കടുത്ത ദുരിതത്തിലാണ്. പ്രധാനമായും ബ്രഹ്മപുത്ര നദിയിലും അതിന്റെ പോഷക നദികളിലും വെള്ളപ്പൊക്കവും ജലനിരപ്പിലെ ഏറ്റക്കുറച്ചിലുകളും തുടരുന്നതാണ് അസമിലെ പല പ്രദേശങ്ങളെയും വീണ്ടും വെള്ളത്തിനടിയിലാക്കുന്നത്. ജനവാസ മേഖലകളിലും കാർഷിക ഭൂമികളിലും പ്രളയജലം കയറിയത് കർഷകർക്കും സാധാരണക്കാർക്കും വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ പഞ്ചാബ്, ഹരിയാന, ഡൽഹി തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. കാലാവസ്ഥാ വ്യതിയാനവും തുടർച്ചയായ മഴയും വരും ദിവസങ്ങളിൽ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകളും റെഡ് ഗതാഗത നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ദുരന്ത നിവാരണ വിഭാഗം വ്യക്തമാക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. ഇറാനും ഒമാനും തമ്മിലുള്ള മിഡിൽ കോറിഡോർ ഇടക്കാല ഗതാഗത കരാർ അന്തിമഘട്ടത്തിൽ. സമുദ്രപാത ഭാഗികമായി തുറക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $80 താഴേക്കിടിഞ്ഞു. ആഗോള എണ്ണ വിപണിയെയും കോടിക്കണക്കിന് ജനങ്ങളെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിയ ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയിൽ നിർണായകമായ വഴിമാറ്റം. ലോകത്തിന്റെ ഊർജ്ജ ജീവനാഡിയായ ഈ സമുദ്രപാത ഭാഗികമായി തുറക്കുന്നത് സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ആശ്വാസകരമായ ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇറാനും ഒമാനും മാത്രം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന താൽക്കാലിക ഗതാഗത പാത സംബന്ധിച്ച് ധാരണയിലെത്തിയതായി ഇറാനിയൻ വിദേശകാര്യ വക്താവും ഔദ്യോഗിക മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിഡിൽ കോറിഡോർ അഥവാ മധ്യ ഇടനാഴി എന്നാണ് ഈ പുതിയ പാത അറിയപ്പെടുന്നത്. ഇറാന്റെ സമുദ്രാതിർത്തിയിലൂടെയുള്ള വടക്കൻ പാതയും ഒമാൻ തീരത്തോട് ചേർന്ന് അമേരിക്ക നിർദ്ദേശിച്ച തെക്കൻ പാതയും ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവയ്ക്ക് ബദലായോ ആണ് ഈ പുതിയ മിഡിൽ കോറിഡോർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പാത ഇറാനും ഒമാനും ചേർന്ന് സംയുക്തമായി നിയന്ത്രിക്കണമെന്നാണ് ഇറാന്റെ പ്രധാന നിർദ്ദേശം. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനവും ഭൂമിശാസ്ത്രപരവുമായ കോർഡിനേറ്റുകളുടെ കൈമാറ്റവും ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷകൾ ശക്തമായതോടെ ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് വലിയൊരു ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. മാസങ്ങളായി ഉയർന്നു നിന്ന അസംസ്കൃത എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ താഴേക്ക് കൂപ്പുകുത്തി. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $80 താഴേക്കെത്തിയത് വിപണിക്ക് പുതിയ ഉണർവ് നൽകിയിട്ടുണ്ട്. എണ്ണവിലക്കയറ്റം മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഉപഭോക്തൃ രാജ്യങ്ങൾക്കും വ്യവസായ മേഖലകൾക്കും ഇതൊരു വലിയ ആശ്വാസ വാർത്തയാണ്. അതേസമയം ഈ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന് നേരിട്ട് മേൽക്കൈ അനുവദിക്കുന്ന യാതൊരുവിധ ധാരണകളും അംഗീകരിക്കില്ലെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ചർച്ചകൾ നല്ല രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും കരാറുടൻ യാഥാർത്ഥ്യമായേക്കാമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സ്ഥിരീകരിച്ചു. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും സമാനമായ സൂചനകളാണ് നൽകിയത്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടായേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഈ ചർച്ചകൾ തികച്ചും 2 തീരദേശ രാജ്യങ്ങളായ ഇറാനും ഒമാനും തമ്മിലുള്ളതാണെന്നും ഇതിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷികൾക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നുമാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കരാർ വൈകുന്നതിന് പ്രധാന കാരണം അമേരിക്കയുടെ അനാവശ്യ ഇടപെടലുകളാണെന്നും ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പുറത്തുവരുന്ന പുതിയ നയതന്ത്ര റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സം നീക്കുന്നതിനായി ഏകദേശം
ഏകദേശം 60 ദിവസത്തെ ഒരു താത്കാലിക ഇടക്കാല കരാറിനാണ് അണിയറയിൽ രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മേഖലകളിൽ വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ പ്രത്യേക സമുദ്രപാതകൾ ഒരുക്കുക, കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് നിശ്ചിത ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കപ്പലുകളുടെ സ്വതന്ത്ര സഞ്ചാരം ഉറപ്പാക്കണമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആവശ്യം. ഈ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം കാണുന്നത് വഴി ഭാവിയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. ആഗോള ഇന്ധന സുരക്ഷയെയും സമാധാനത്തെയും നിർണ്ണയിക്കുന്ന നിർണായക മണിക്കൂറുകളിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് അന്തിമ ധാരണ രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ ആഗോള വിപണിയിലെ വിലക്കയറ്റത്തിന് വലിയ തോതിലുള്ള ശമനമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ചുരുക്കത്തിൽ മാസങ്ങളായി ലോകത്തെ ആശങ്കയിലാഴ്ത്തിയ ഹോർമുസ് പ്രതിസന്ധിക്ക് ഒരു താത്കാലിക വിരാമമിടാൻ ഇറാനും ഒമാനും അമേരിക്കയും നടത്തുന്ന സംയുക്ത ശ്രമങ്ങൾ വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തുവരുന്ന പ്രഖ്യാപനങ്ങൾ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും ഇന്ധനവിലയ്ക്കും എത്രത്തോളം ആശ്വാസകരമാകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിത്യേനയുള്ള ഉപയോഗം മുൻനിർത്തി ആദ്യഘട്ടത്തിൽ 10-20 രൂപയുടെ 2 ബില്യൺ പോളിമർ നോട്ടുകൾ വിപണിയിലിറക്കാൻ RBI തീരുമാനം. പേപ്പർ നോട്ടുകൾ പിൻവലിക്കില്ലെന്നും അവയ്ക്കൊപ്പം പുതിയ പോളിമർ നോട്ടുകൾ സമാന്തരമായി ക്രയവിക്രയം ചെയ്യപ്പെടുമെന്നും RBI ഗവർണർ. അടുത്ത സാമ്പത്തിക വർഷം മുതൽ നമ്മുടെ രാജ്യത്ത് ചരിത്രപരമായ ഒരു മാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. ഇന്ത്യയുടെ കറൻസി ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സെറ്റ് പോളിമർ കറൻസി നോട്ടുകൾ വിപണിയിലേക്ക് എത്തുന്നു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര നൽകിയ ഔദ്യോഗിക വിവരങ്ങളനുസരിച്ച് രാജ്യത്തെ ആദ്യ സെറ്റ് പോളിമർ കറൻസി നോട്ടുകളുടെ ക്രയവിക്രയം അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കും. എന്നാൽ പോളിമർ നോട്ടുകൾ പൂർണ്ണമായി വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ നിലവിൽ പ്രാരംഭഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പരിശോധനകളും പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാകും ഈ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കുക. പദ്ധതികളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിച്ചയുടൻ തന്നെ ഈ പോളിമർ നോട്ടുകൾ വിപണിയിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് RBI ഗവർണർ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2 ബില്യൺ പോളിമർ നോട്ടുകളാണ് ആദ്യഘട്ടത്തിൽ അച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 10 രൂപയുടെ 1 ബില്യൺ നോട്ടുകളും 20 രൂപയുടെ 1 ബില്യൺ നോട്ടും ഉൾപ്പെടുന്നു. അതായത് ആളുകൾ ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യുന്ന നിത്യേന ഉപയോഗിക്കുന്ന ചെറിയ തുകയുടെ കറൻസികളിലാണ് ആദ്യമായി ഈ മാറ്റം പരീക്ഷിക്കുന്നത്. സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നോട്ടുകൾ എന്ന നിലയിലാണ് 10-20 രൂപയുടെ നോട്ടുകളെ ഇതിനായി തിരഞ്ഞെടുത്തത്. പേപ്പർ കറൻസിക്ക് പകരമായിട്ടല്ല പോളിമർ നോട്ടുകൾ വിപണിയിലേക്ക് വരുന്നത്. അതായത് നിലവിലുള്ള പേപ്പർ നോട്ടുകൾ അസാധുവാക്കപ്പെടുകയോ പൂർണ്ണമായി പിൻവലിക്കുകയോ ചെയ്യുന്നില്ല. പകരം പേപ്പർ നോട്ടുകൾക്കൊപ്പം തന്നെ പുതിയ പോളിമർ നോട്ടുകളും ക്രയവിക്രയം ചെയ്യപ്പെടും. അതായത് രണ്ടും ഒരേ സമയം വിപണിയിൽ സമാന്തരമായി ഉപയോഗിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നാം പോളിമർ നോട്ടിലേക്ക് മാറേണ്ടത്? അതിന്റെ പ്രധാന ഗുണം അവയുടെ ഈടുനിൽപ്പാണ്. നീണ്ട കാലയളവ് നിലനിൽക്കുന്നവയാണ് പോളിമർ നോട്ടുകൾ. പേപ്പർ കറൻസികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിമർ കറൻസികളുടെ കാലാവധി 4 മടങ്ങിലധികം അധികമാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകൾ പെട്ടെന്ന് കീറിപ്പോവുകയോ ചുളിയുകയോ അഴുക്കാവുകയോ ചെയ്യുന്നത് നമ്മൾ പതിവായി കാണാറുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പോളിമർ നോട്ടുകൾ മികച്ചൊരു പരിഹാരമാകും. ഇവ ഈർപ്പം ഏൽക്കാത്തവയും അഴുകാത്തവയും എളുപ്പത്തിൽ കീറിപ്പോകാത്തവയുമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ കറൻസി മാനേജ്മെന്റ് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കും. പോളിമർ കറൻസികൾ ലോകത്തിന് പുതിയൊരു അനുഭവമല്ല. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി വിവിധ രാജ്യങ്ങളിൽ പോളിമർ കറൻസികൾ വിജയകരമായി ഉപയോഗത്തിലുണ്ട്. ഓസ്ട്രേലിയയിലാണ് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യ ആദ്യമായി വികസിപ്പിച്ചത്. ഇന്ന് UK, കാനഡ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ കറൻസി സംവിധാനത്തിൽ പോളിമർ നോട്ടുകൾ വിജയകരമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയെന്ന് കരുതി ഇന്ത്യയിൽ അതേപടി അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. ഇക്കാര്യത്തിൽ RBI വളരെ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കാലാവസ്ഥയിൽ വിവിധ ഭൗതിക സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് പോളിമർ നോട്ടുകൾ നിലനിൽക്കുക എന്ന് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ടെന്ന് RBI ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ കടുത്ത ചൂട്, ഈർപ്പമുള്ള കാലാവസ്ഥ, കനത്ത മഴ എന്നിവയെല്ലാം നോട്ടുകളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് പരിശോധിക്കണം. ഈ വിശദമായ പഠനങ്ങളും പരീക്ഷണങ്ങളും പൂർത്തിയാക്കിയ ശേഷമാകും ആകെ എത്രത്തോളം നോട്ടുകൾ അച്ചടിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക. RBIയുടെ ഈ നീക്കത്തെ വളരെ അനുകൂലമായാണ് സാമ്പത്തിക വിദഗ്ധരും ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധരും നോക്കിക്കാണുന്നത്. സാധാരണയായി ഒരു കോട്ടൺ പേപ്പർ നോട്ടിന്റെ ആയുസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചെറിയ മൂല്യമുള്ള നോട്ടുകൾ നിരന്തരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ അവ വേഗത്തിൽ നശിച്ചു പോകുന്നു. RBIക്ക് വർഷം തോറും വലിയ തുക മുടക്കി ഇത്തരം നോട്ടുകൾ വീണ്ടും അച്ചടിക്കേണ്ടി വരുന്നു. പോളിമർ നോട്ടുകൾ വരുന്നതോടുകൂടി ഈ നോട്ടുകളുടെ ആയുസ് 4 ഇരട്ടിയായി വർദ്ധിക്കും. ഇത് സർക്കാരിന്റെയും RBIയുടെയും അച്ചടി ചിലവുകളിൽ വലിയ കുറവ് വരുത്തും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വളരെ ഗുണകരവുമാണ്. കൂടാതെ പാരിസ്ഥിതികമായ ചില നേട്ടങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്.
പറയാനുണ്ട്. പേപ്പർ നോട്ടുകൾ നശിച്ചു പോകുമ്പോൾ അവ വീണ്ടും റീസൈക്ലിംഗ് ചെയ്യുന്നതിനേക്കാൾ പോളിമർ നോട്ടുകൾ ദീർഘകാലം നിലനിൽക്കുകയും പിന്നീട് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യൻ കറൻസി ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിനാണ് അടുത്ത സാമ്പത്തിക വർഷം തുടക്കമാകുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം നമ്മുടെ കറൻസി നോട്ടുകളും കൂടുതൽ കരുത്തുറ്റതാകുന്നു. പേപ്പർ നോട്ടുകൾക്കൊപ്പം പോളിമർ നോട്ടുകളും എത്തുന്നതോടെ നമ്മുടെ നിത്യജീവിതത്തിലെ പണമിടപാടുകൾ കൂടുതൽ സുഗമവും സുരക്ഷിതവുമായി മാറും. കൗമാരക്കാരുടെ ഒരു വലിയ പടയോട്ടത്തിന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ കളം ഒരുങ്ങിക്കഴിഞ്ഞു. എതിരാളികളുടെ തന്ത്രങ്ങൾ തകിടം മറിക്കാൻ ദേശീയതലത്തിൽ തിളങ്ങിയ ആ കൗമാര താരങ്ങൾ ഇത്തവണ ക്രീസിലേക്ക് ഇറങ്ങുകയാണ്. IPL-ൽ വൈഭവ് സൂര്യവംശി എന്ന കൗമാര വിസ്മയം സൃഷ്ടിച്ച തരംഗം മടങ്ങും മുൻപേ യുവപ്രതിഭകളുടെ പുതിയൊരു പോരാട്ടത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സ്വന്തം കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3ാം സീസൺ. കഴിഞ്ഞ സീസണുകളിലെല്ലാം ആവേശക്കടലായ KCL-ന്റെ ഈ പുതിയ പതിപ്പിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കൺമുന്നിൽ വളർന്നു വരുന്ന ഒരു പിടി കൗമാര താരങ്ങളുടെ വരവാണ്. ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ അഭിമാനമായ മാനവ് കൃഷ്ണ, മുഹമ്മദ് ഇനാൻ, KR രോഹിത്, അമയ് മനോജ്, ജോബിൻ ജോർജി എന്നിവരടങ്ങുന്ന കേരള ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങളായ ഈ കൗമാരക്കൂട്ട പ്രകടനങ്ങളിലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ടീമിനായി അരങ്ങേറ്റം കുറിച്ച KR രോഹിത്തിനെ ലേലത്തിലൂടെ നിലനിർത്തിയ ടൈറ്റൻസ് മാനവ് കൃഷ്ണ, മുഹമ്മദ് ഇനാൻ, അമയ് മനോജ് എന്നിവരെ കൂടി ടീമിൽ എത്തിച്ചതോടെ ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരിൽ ലീഗിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ KR രോഹിത് തന്റെ അതിവേഗ സ്കോറിംഗ് കൊണ്ട് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 16ാം വയസ്സിൽ അണ്ടർ-19 അരങ്ങേറ്റം കുറിച്ച ഈ തൃപ്പൂണിത്തറക്കാരൻ കഴിഞ്ഞ NSK ട്രോഫി ഫൈനലിൽ വെറും 10 പന്തിൽ 5 സിക്സും 2 ഫോറുമായി 39 റൺസ് എടുത്താണ് ഫൈനലിലെ താരമായത്. കഴിഞ്ഞ അണ്ടർ-19 സീസണിൽ കേരളത്തിലെ ക്യാപ്റ്റനായിരുന്ന മാനവ് 2 സെഞ്ചുറികളോടെയാണ് ദേശീയ ടീമിലേക്കും പിന്നാലെ രഞ്ജി ട്രോഫിയിലൂടെ സീനിയർ ടീമിലേക്കും ചുവടുവെച്ചത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ അണ്ടർ-19 ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിലും സെഞ്ചുറി നേടി ഈ വിക്കറ്റ് കീപ്പർ ബാറ്റർ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു. തൃശൂർ നിരയിലെ അടുത്ത വിസ്മയം മുഹമ്മദ് ഇനാനാണ്. ദുബായിൽ ഇതിഹാസ താരം സക്ലൈൻ മുഷ്താഖിന് കീഴിൽ സ്പിന്നിംഗ് പഠിച്ച ഇദ്ദേഹം വേഗതയേറിയ ആക്ഷനിലൂടെ എതിരാളികളെ കുഴയ്ക്കാൻ സമർത്ഥനാണ്. ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരെയുള്ള പരമ്പരകളിലും അണ്ടർ-19 ലോകകപ്പിലും ഇന്ത്യയ്ക്കായി തിളങ്ങിയ ഇനാൻ കഴിഞ്ഞ ടൂർണമെന്റിൽ 74 പന്തിൽ 105 റൺസ് നേടി തന്റെ ബാറ്റിംഗ് മികവും തെളിയിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പം തൃശൂരിനായി പടയോട്ടം നയിക്കാൻ അമയ് മനോജും ഒപ്പമുണ്ട്. കഴിഞ്ഞ സീസണിൽ കേരളത്തിനായി ഏറ്റവും സ്ഥിരതയാർന്ന ബാറ്റിംഗ് പുറത്തെടുത്ത അമയ് പഞ്ചാബിനെതിരെയുള്ള സെഞ്ചുറി ഉൾപ്പെടെ പലപ്പോഴും ടീമിന്റെ രക്ഷകനായിട്ടുണ്ട്. കഴിഞ്ഞ മാസം സെറ്റീം ട്രോഫി സ്വന്തമാക്കിയ അമയ് BBCIയുടെ സെൻട്രൽ ഫോർ എക്സലൻസ് അണ്ടർ-19 ക്യാബിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ്. ഇനി തൃശൂർ വിട്ട് കൊച്ചിയിലേക്ക് വന്നാൽ അവിടെ ജോബിൻ ജോബി എന്ന ഓൾറൗണ്ടർ ആരാധകരെ ആവേശത്തിലാക്കാൻ കാത്തു നിൽക്കുകയാണ്. KCL-ന്റെ തുടർച്ചയായ 3ാം വർഷമാണ് ജോബി കളിക്കുന്നത്. കൊച്ചിക്കായി കൂറ്റൻ അടികൾ സമ്മാനിച്ച ജോബി കുച്ച് ബെഹർ ട്രോഫിയിൽ ഹൈദരാബാദിനെതിരെ ഒരേ സമയം സെഞ്ചുറിയും 5 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കി ചരിത്രമെഴുതിയ താരമാണ്. ഫസ്റ്റ് ബൌളിംഗിനും ബാറ്റിംഗിലും ഒരുപോലെ തിളങ്ങുന്ന ജോബിൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വീണ്ടും ഊർജ്ജമാകും. വൈഭവ് സൂര്യവംശിയെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരങ്ങൾ നമ്മുടെ സ്വന്തം കേരള ക്രിക്കറ്റ് ലീഗിൽ നിന്നും ഉയർന്നു വരുന്നത് കാണാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.